എല്ലാവർക്കും നമസ്കാരം. ഞാൻ അവനി. എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ആക്കാനുണ്ട്. വേറൊന്നുമല്ല, പെണ്ണെന്ന് പറയുന്ന കവിതയ്ക്ക് ശേഷം ഞാൻ ചെയ്ത എൻ്റെ രണ്ടാമത്തെ വർക്കാണ് അവനീശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തിഗാനം. 1.5 മാസമായി ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട്. പിന്നെ പ്രോഗ്രാംസും കോളേജിൽ എക്സാം ഒക്കെ ആയപ്പോഴത്തേക്കും ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ ദാ എൻ്റെ ഡ്രീം കംസ് ട്രൂ മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന കണക്ക് ഏപ്രിൽ 10 നമ്മുടെ വാമനപുരം കുറ്റൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചിട്ട് പാട്ട് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു. കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ ഏപ്രിൽ 10 റിലീസ് കഴിഞ്ഞിട്ട് ഏപ്രിൽ 11 വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവനി SS എൻ്റെ തന്നെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകളിലൂടെ പാട്ട് റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. കാരണം ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. അതൊരു രാഗ ബേസ് ചെയ്ത്. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് ചെയ്യണത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ്. ഞാൻ ഇതുപോലെ ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ് ഞാനിത് ട്യൂൺ ചെയ്യണതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ലിറിക്സ് എഴുതിയേക്കുന്നത് നമ്മുടെ വസന്തകുമാർ അങ്കിളാണ്. നമ്മുടെ പഴയ യേശുദാസ് സാറിൻ്റെ ഒത്തിരി മികച്ച ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് അങ്കിളാണ്. പറഞ്ഞ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അങ്കിളാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയേക്കുന്നത്. അതും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തേക്കുന്നത് ദർശൻ ചേട്ടനാണ്. അപ്പോൾ അങ്ങനെ പാട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഏപ്രിൽ 10 ഒഫീഷ്യലി കോവിലിൽ വെച്ച് റിലീസ് ചെയ്യും. അത് കഴിഞ്ഞ് 11 യൂട്യൂബ്, FB, ഇൻസ്റ്റ എല്ലാത്തിലും റിലീസാക്കും. എല്ലാവരും കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഒക്കെ കൂടെ തന്നെ വേണം കേട്ടോ. അപ്പോൾ 10 കോവിലിൽ വരാൻ പറ്റുന്നവർ വരാൻ നോക്കണേ.